ഹലോ ഗൈസ്, നമ്മൾ സിനിമക്ക് പോവുകയാണ് കേട്ടോ. ലാലേട്ടൻ്റെ തുടരുന്ന് പറഞ്ഞ സിനിമക്കാണ് പോകുന്നത്. എൻ്റെ കൂടെ പാച്ചുണ്ട്, നൗഷുക്കുണ്ട്, ഇതാ ലച്ചുണ്ട്. ലച്ചു ഹായ് പറ. പാച്ചു ഹായ് പറ. നൗഷുക്ക ഹായ് പറ. അപ്പം നമുക്ക് പോയി കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷം പറയാം. അപ്പം തുടരുന്നു പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പം നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് തിരക്കാണ്. ഇനിയിപ്പോൾ അടുത്തത് 5 മണി 5:30 ആവും തോന്നുന്നു. അപ്പം നൗഷുക്ക ഒന്ന് ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വന്നിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മൾ ചമ്മിയിരിക്കുന്നു. ടിക്കറ്റൊക്കെ ഫുള്ളാണ് കേട്ടോ. രാത്രിത്തതും ഫുള്ളാണ്, 5:30 ഫുള്ളാണ്, നാളത്തെ ഫുള്ളാണ്. അപ്പം നമുക്ക് പിന്നൊരു ദിവസം വന്ന് കാണാം. അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. പിന്നെ ഞങ്ങൾ സിനിമ കാണാൻ പറ്റാത്ത വിഷമം ഞങ്ങൾ ഇതാ കേക്കും ഐസ്ക്രീമും വാങ്ങി തീർത്തു കേട്ടോ. എന്തായാലും കുട്ടികളെ കൊണ്ടുവന്നതല്ലേ. പിന്നെ കുറേ ആയി ഞാൻ വിചാരിക്കുന്നു 1000 സബ്ബായപ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഒരു കേക്ക് മേടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് 4000 ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വിചാരിച്ചതിനോട് സപ്പോർട്ടാട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിനൊരു നമുക്ക് 4K ഒരു കേക്ക് വാങ്ങി. അതിൽ സബ്സ്ക്രൈബേഴ്സിന് എഴുതാനുള്ള സ്ഥലമൊന്നുമില്ല, അത്രയും കുഞ്ഞു കേക്കാട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു കേക്കും വാങ്ങി. നമ്മൾ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഉമ്മ അതാ ബിരിയാണി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയതല്ല, ഇപ്രാവശ്യം ഉമ്മ ഓർഡറാക്കി. പെട്ടെന്നാണ് ഞാൻ തിരിച്ച് വരിക എന്നുള്ളത് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ വരുന്നത് കൊണ്ട് ഉമ്മ ബിരിയാണിയൊക്കെ ആക്കി കേട്ടോ. ഓർഡറാക്കിയതാണേ, ഉമ്മ ആക്കിയതല്ല. അപ്പോൾ ഇതാ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇതാ ലച്ചു കുമ്മിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അച്ചാർ വേണമെന്ന് ചോദിച്ചപ്പോൾ ആദ്യമാണെന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനിങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. കണ്ടോ, വേണ്ടാന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മ. അങ്ങനെ ഇത് പിറ്റേന്ന് രാവിലെ കേട്ടോ, ഇതൊരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ, വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ലച്ചുക്ക് ഭയങ്കര സങ്കടം. ലച്ചുക്കും പാച്ചുക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം കേട്ടോ. എന്തായാലും 2-3 ദിവസം ഉമ്മാൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ ലച്ചു ഫുള്ള് വിഷമത്തിലാണ് കേട്ടോ. മദ്രസയിൽ പോകണം വരണം ഒക്കെ അതിൻ്റെ ടെൻഷനാണ്. നമ്മൾ ഈ കൊല്ലം മദ്രസ ചേർത്തിയതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് കേട്ടോ ഓളുള്ളത്. എന്താ ഉമ്മതാ ചക്കയും മാങ്ങയും അതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ എത്ര സാധനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മ എല്ലാ സാധനങ്ങളും നമുക്ക് പാക്കാക്കി തരും കേട്ടോ. ഇതാ ഉമ്മ ലച്ചുക്കും ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇതാ പാച്ചുട്ടി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അടുത്ത വീട്ടിൽ യാത്ര പറയണേ. ഇതാ പാച്ചുമ്മക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ എൻ്റെ ഒരു അനിയനക്ക് ഇന്നലെ കളിയിൽ അവൻ്റെ ടീമിന് ട്രോഫി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ട്രോഫിയാണിത്. അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറുകയാണ്. അപ്പം സാധനങ്ങളൊക്കെ ഉമ്മ ചക്കയും മാങ്ങയും എല്ലാം നമ്മളെ തോൽപ്പെട്ടിയിൽ ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിലില്ലാത്തത് കൊണ്ട് എല്ലാം ഉമ്മ പാക്കാക്കി തരിക കേട്ടോ. ഇപ്പോൾ ലച്ച് കാർന്ന് 2 മുട്ടായി കിട്ടിയപ്പോൾ അത് ഉള്ളതല്ലേന്ന് പറയും. ഇതാണ് കേട്ടോ എൻ്റെ അമ്മായി. അപ്പം ഞങ്ങളിതാ ഇപ്പോൾ പുൽപ്പള്ളി എത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് പുൽപ്പള്ളി ടൗണാട്ടോ. ഇത് ഇവിടെ ഈ കാണുന്നതാണ്, ഇത് ആ കാണുന്നതാണ് ഞാൻ പഠിച്ച സ്കൂൾ കേട്ടോ. 2 കൊല്ലം എത്തിങ്ങാനിൽ നിന്ന് വന്നിട്ട് പിന്നെ 2 കൊല്ലം പഠിച്ചത്, +1 +2 പഠിച്ചത് ഈ സ്കൂളിലാണ്, പുൽപ്പള്ളി വിജയ ഹയർ സെക്കൻഡറി സ്കൂളിൽ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ കാട്ടിക്കുളത്തി. അപ്പോൾ ഭയങ്കര വിഷമം കേട്ടോ, എല്ലാവർക്കും വിഷമം. എനിക്കും ഇതേപോലെ ഭയങ്കര ടെൻഷനായി പോയിട്ട് 2 ദിവസം വീട്ടിൽ നിന്ന് വന്നപ്പോൾ വരാനുള്ള മനസ്സൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, കുട്ടികളെ മദ്രസും ഒക്കെ ഉള്ളതല്ലേ. അപ്പം അങ്ങനെ അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ വരുന്ന വഴിയിൽ തന്നെ കേട്ടോ ഓക്കെ പൊന്മണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. അപ്പോൾ അവർ പിന്നെ സാമ്പോനെ പുറത്ത് കണ്ടു. അപ്പോൾ കുട്ടികൾ ടാറ്റൊക്കെ കൊടുത്തു കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ പിടിച്ച് നിൽക്കുന്ന ദിവസം അവരുണ്ടാവില്ല കേട്ടോ പുറത്ത്. അപ്പോൾ ഇതങ്ങനെ ഞങ്ങൾ തോൽപ്പെട്ടിയിലോട്ട് എത്തി കേട്ടോ. ഇതാ തോൽപ്പെട്ടി എത്തി. പിന്നെ ഇതാ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു.
അപ്പോൾ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി കുറേ പണിയുണ്ട് കേട്ടോ. എനിക്ക് ഉച്ചയ്ക്ക് അവർക്കുള്ള ഫുഡാക്കണം. 10 മണിക്ക് അവർ പുറത്ത് പോയി കഴിക്കും. ഞങ്ങൾ ഇപ്പം തന്നെ 10 മണിയായപ്പോൾ കേട്ടോ എത്തിയത്. ഇതാണ് പണി നടക്കുന്നത് കേട്ടോ. ഇനി ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.